മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയൊട്ടാകെ ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് മമത മോഹൻദാസ്. ക്യാൻസറിനോടുള്ള അവരുടെ പോരാട്ടവുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇപ്പോഴിതാ തന്റെ മുൻകാല റിലേഷൻഷിപ്പുകളെക്കുറിച്ച് അടക്കം തുറന്നു പറഞ്ഞ് മമത രംഗത്ത് വന്നു. മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടൻ തന്നെ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെക്കുറിച്ചും എന്നാൽ പിന്നീടാണ് ആ നടന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞ കാര്യം താൻ അറിഞ്ഞതെന്നും മമത പങ്കുവച്ചു. ജോയ് ആലുക്കാസിനു വേണ്ടി നടി സുഹാസിനി നടത്തിയ അഭിമുഖത്തിലാണ് മമത ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. രോഗം സ്ഥിരീകരിച്ചതിനു ശേഷം ഒരു പെൺകുട്ടിയെന്ന നിലയിലുള്ള എന്റെ പ്രതീക്ഷകളെല്ലാം പൂർത്തിയാക്കേണ്ട തിരക്കിലായിരുന്നു ഞാൻ. പക്ഷേ റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്കറിയില്ല. മുൻ പരിചയങ്ങളും ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ ഒരു നടൻ എന്നെ ഡേറ്റിംഗിന് ക്ഷണിച്ചു. ഞാൻ അമ്മയോട് അതിന് അനുവാദവും വാങ്ങി. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ആ നടന്റെ വിവാഹ നിശ്ചയം 1 മാസം മുൻപ് നടന്നതാണ് എന്ന്. എനിക്കത് വലിയ ഷോക്കിംഗ് ആയിരുന്നു. പിന്നീടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അത് എന്റെ സമയം പാഴാക്കുന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മുൻ ഭർത്താവ് പ്രജിത്തിനെ ഞാൻ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരിയുടെ വിവാഹത്തിലാണ്. സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം സമാനമായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് വിവാഹം ചെയ്തുകൂടാ? എന്റെ ഇരട്ട സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഇനി എന്റേതാണ് എന്ന് പ്രജിത്ത് പറഞ്ഞു. ഓക്കെ, അച്ഛനോട് സംസാരിക്കൂ എന്ന് ഞാനും പറഞ്ഞു. അത്രയും സിമ്പിളായിരുന്നു ആ തീരുമാനം. വിവാഹം എന്നത് ജീവിതകാലം മുഴുവനുള്ള കമ്മിറ്റ്മെന്റ് എന്നതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ കല്യാണം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം എനിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടി വന്നു. അത്ര എളുപ്പമായ ഒരു തീരുമാനമായിരുന്നില്ല അത്. കല്യാണത്തിന്റെ തീരുമാനത്തിൽ എനിക്കായിരുന്നു നിർബന്ധം. മമത, ശരിക്കും നീ ആലോചിച്ചിട്ടാണോ എന്ന് അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ ബഹ്റൈനിലെ വലിയ ബിസിനസ് കുടുംബമാണ്. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ശരീരവും ആരോഗ്യവുമായി പോരാടുകയാണ്. എനിക്കൊരു കമ്പാനിയൻ വേണം എന്ന് വാശി പിടിച്ചത് ഞാനാണ്. വിവാഹബന്ധമെന്നാൽ നമ്മളതിൽ വർക്ക് ചെയ്യണം. ആരെയാണ് നിങ്ങൾ വിവാഹം ചെയ്യുന്നതെങ്കിലും ആ ബന്ധത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. എന്റെ ഡിവോഴ്സ് കഴിഞ്ഞയുടനെ ഞാൻ മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു. പിന്നീടാണ് അത് റീബൗണ്ട്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് നമുക്ക് വലിയ ദോഷം ചെയ്യും എന്നും മമത പറയുന്നു.